സ്ട്രോബെറി ജാമാണ്. അതിന് നമ്മൾ ഒരു 1/2 കിലോ സ്ട്രോബെറി എടുത്ത് വെച്ചിട്ടുണ്ടേ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇത് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇനി നമുക്കതിൻ്റെ ഞെട്ട് കണ്ടിച്ച് കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ച് വയ്ക്കാം. നമ്മുടെ സ്ട്രോബെറി നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ ക്രഷ് ചെയ്തെടുത്ത് അതിൻ്റെ അളവ് എത്രയുണ്ടെന്ന് അറിഞ്ഞാലേ നമുക്കിതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തും വേണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സ്ട്രോബെറി ഏകദേശം നന്നായിട്ട് ക്രഷായി വന്നിട്ടുണ്ട്. സ്ട്രോബെറി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് സ്ട്രോബെറിയാണ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി സ്ട്രോബെറി ജാം ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ: ലിക്വിഡ് പെക്റ്റിൻ 40 ml, ലൈം ജ്യൂസ് 30 ml, പഞ്ചസാര 2.5 കപ്പ്. ലിക്വിഡ് പെക്റ്റിൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജാം കുറേ നാൾ കേടുകൂടാതിരിക്കാനും അത് കട്ടിയാകാനും കൂടെ വേണ്ടിയാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു 3 ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുക. ജാം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിറച്ചിട്ട് സീൽ ചെയ്ത് വെക്കണ്ട. ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. പിന്നെ നമുക്ക് ആമസോണിലും നമുക്ക് കിട്ടുന്ന സാധനം ഇത്. ഇനി നമുക്ക് പഞ്ചസാരയും ലെമൺ ജ്യൂസും ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറിയിലിട്ട് നമുക്ക് യോജിപ്പിക്കാം. നല്ലപോലെ എല്ലാം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാനിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കാം. നമ്മൾ സ്ട്രോബെറി ഈ പാനിനകത്തോട്ട് ഒഴിക്കുവാണ്. ഇതൊന്ന് തിളച്ചോട്ടെ, അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ സ്ട്രോബെറി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒരു 2-3 മിനിറ്റും കൂടെ വെച്ച് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് പത വരും. അത് നമ്മൾ മാറ്റി കളയണം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു 2-3 മിനിറ്റും കൂടെ ഇത് ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ പത പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ കോരിക്കളയണം. നമ്മൾ ഈ പതയെല്ലാം കോരിക്കളയുവാണേ. നന്നായിട്ട് തിളച്ച് ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫാക്കാം. ഇനി ഇത് നമുക്ക് ചൂടോടെ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ലിക്വിഡ് പെക്റ്റിൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടിത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ ഒരു ജാറിലേക്ക് മാറ്റാം. ജാറിൻ്റെ ഒരു കഴുത്തറ്റം ഭാഗം വരെ നമുക്കിത് നിറച്ച് വെക്കാം. നമുക്കിത് സീലോട് കൂടി നമുക്കിത് അടച്ചു വെക്കാവേ. ഈ സ്ട്രോബെറി നന്നായിട്ട് സീൽ ചെയ്ത്
അടച്ചു വെക്കണം. അല്ലെങ്കിൽ അത് സ്ട്രോബെറി പൊങ്ങി വരും മേളിലോട്ട്, വെള്ളം താഴെയും കിടക്കും. അതിനാണ് ഇത് സീൽ ചെയ്ത് നന്നായിട്ട് അടച്ചു വെക്കണമെന്ന് പറയുന്നത്. പിന്നെ ഇത് ഒഴിച്ചു വെക്കുമ്പോഴത്തേന് ചൂടോടുകൂടി തന്നെ ഈ ജാറിനകത്ത് ഒഴിച്ച് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് വെള്ളം പോലെയൊക്കെ ഇരിക്കുന്നത്. ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് സെറ്റാവും ഇത്. അപ്പം നമുക്കെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാം. കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ സ്ട്രോബെറി ജാം ഇപ്പം റെഡി ആയിരിക്കുകയാണേ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.